ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ എർത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് ഫ്ലോയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മുടെ യൂസറിൻ്റെ സൈഡിലും പ്രോഗ്രാമിൻ്റെ സൈഡിലും നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ അതിനൊരു കണ്ടിന്യൂ ആസ് ഇന്ന ആൾ എന്ന് നമുക്കൊരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓത്തിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഓതറൈസേഷൻ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് എന്തിനാണ് ഓത്ത് എന്നുള്ളതാണ്. ഓക്കെ, ഓത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ ഓത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് യൂസറിന് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അതായത് ഒരു യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത് സൈൻ ഇൻ വിത്ത് ഗൂഗിളാണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഫുൾ വർക്കിംഗ് നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ, ഞാൻ ആദ്യം ബേസിക് ലെവലിലുള്ള വർക്കിംഗ് പറഞ്ഞുതരാം, ദെൻ നമുക്ക് അഡ്വാൻസ് ലെവലിലേക്ക് പോകും. ഓക്കെ, ബേസിക് ലെവൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമറിൻ്റെ സൈഡിൽ നിന്നാണ്. പ്രോഗ്രാമർ ആദ്യം ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഗൂഗിളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അതായത് ഗൂഗിൾ കൺസോൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാട്ടിത്തരാം. ഓക്കെ, അപ്പോൾ ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലയൻറ്റ് ഐഡിയും ക്ലയൻറ്റ് സീക്രട്ടും പ്രോഗ്രാമറിന് കിട്ടുന്നു. അതായത് പ്രോഗ്രാമറിൻ്റെ ഗൂഗിൾ അക്കൗണ്ടിലത്തെ ക്ലയൻറ്റ് ഐഡിയും ക്ലയൻറ്റ് സീക്രട്ടും. ആൻഡ് ഇത് പ്രോഗ്രാമർ ആ കോഡിൽ, അതായത് ആൾ ഉണ്ടാക്കി വെച്ച കോഡിൽ പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി പ്രോഗ്രാമറിൻ്റെ സൈഡിൽ വർക്ക് ഫ്ലോ വരുന്നത്. യൂസറിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് യൂസർ ഗൂഗിൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കാണുന്നു ആൻഡ് നോർമലി അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ, അതായത് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ആൻഡ് ഇഫ് ദ യൂസർ ഗിവ് പെർമിഷൻ, ഓക്കെ, യൂസർ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അതായത് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയവർക്ക് പ്രൊഫൈൽ ഐ ഡിയും ഇമെയിലും ഈ രണ്ട് ഇൻഫോർമേഷനാണ് ആക്ച്വലി കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളൊരു ആപ്പിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവർ പ്രൊഫൈൽ ഇൻഫോ മാത്രമാണോ ചോദിക്കുന്നതെന്ന് നോക്കണം. പ്രൊഫൈൽ ഇൻഫോ മാത്രമാണെങ്കിൽ അത് സീനില്ല, കാരണം അതിൽ പ്രൊഫൈൽ ഇമേജും ഇമെയിലും മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ബാക്കി മറ്റേ സിനാരിയോയിൽ അതായത് ഇമെയിൽ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാനൊക്കെയുള്ള പെർമിഷൻ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ ഡീറ്റെയിൽസ്, അതായത് ഈ പ്രൊഫൈൽ ഇമേജ് ഇമെയിലും ഡാറ്റാ ബേസിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ആൻഡ് ഞാൻ ഇത്ര പറഞ്ഞ സംഭവങ്ങളാണ് ബേസിക്കലി വർക്കിംഗ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി കുറച്ച് അഡ്വാൻസ് ലെവലിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽഡായിട്ട് യൂസറിനെയും പ്രോഗ്രാമറിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു യൂസർ ഉണ്ട് ആൻഡ് ആ യൂസർ ആപ്പ് എടുക്കുന്നു. ആപ്പ് എടുത്തതിന് ശേഷം സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഞെക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് നടക്കുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ആപ്പ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, അതൊരു റീഡയറക്ഷൻ URL കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ സെർവറിലേക്ക് എത്തണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. റീഡയറക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ /ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഗൂഗിളിൻ്റെ സെർവറിൽ എത്തണം എന്ന് പറയുന്നത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ആ ക്ലിക്ക് ചെയ്ത് ഗൂഗിളിൻ്റെ സെർവറിലോട്ട് എത്തുന്ന സമയത്ത് ഒരു ക്ലയൻറ്റ് ഐ ഡി കൂടി പാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് ക്ലയൻറ്റ് ഐ ഡി പാസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇന്ന ക്ലയൻറ്റിൻ്റെ ആപ്പിൽ നിന്നാണ്. അതായത് ഞാൻ ഡെവലപ്പറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു ക്ലയൻറ്റ് ഐ ഡി രജിസ്റ്റർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത ഈ ഐ ഡിയിലേക്കാണ് ഈ റിക്വസ്റ്റ് വരുന്നതെന്ന് ഗൂഗിളിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലയൻറ്റ് ഐ ഡി വെച്ചത് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ആപ്പിലേക്ക് ഒരു റിക്വസ്റ്റ് ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന് വരും. ഓക്കെ, അതായത് നമ്മൾ കോൾ ബാക്ക് URL എന്ന് പറഞ്ഞൊരു സംഭവം വയ്ക്കും. ഓക്കെ, അതിലേക്കായിരിക്കും ഈ സംഭവം വരാം. അതായത് ഈ വരുന്ന സംഭവത്തിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഡായിരിക്കും, ഓത്ത് കോഡായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഈ ഓത്ത് കോഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന യൂസർ നിങ്ങളുടെ ആപ്പിന് പെർമിഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ചോദിക്കും, ഇനി നിങ്ങൾ ശരിക്കുള്ള ആൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് തിരിച്ച് ആ കോഡ് നിങ്ങളുടെ സീക്രട്ട്, അതായത് ക്ലയൻറ്റ് സീക്രട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതും വെച്ച് അയക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ കോഡും, അതായത് ആപ്പ് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ ക്ലയൻറ്റ് ഐ ഡി, ക്ലയൻറ്റ് സീക്രട്ട്, അതുപോലെ തന്നെ ഓത്ത് കോഡ്, അതായത് ആ യൂസർ ഉണ്ടെന്ന് കിട്ടിയ ഒരു കോഡുണ്ടല്ലോ, ആ ഓത്ത് കോഡ് അടക്കം എല്ലാ സംഭവങ്ങളും ഗൂഗിളിന് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഗൂഗിൾ പറയും, ഓക്കെ, നിങ്ങൾക്ക് ഈ യൂസറിൻ്റെ ആക്സസ് ടോക്കൺ തരാമെന്ന് പറഞ്ഞിട്ട് യൂസറിൻ്റെ പ്രൊഫൈലും ഇമെയിലും അതുപോലെ ഒരു ആക്സസ് ടോക്കൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇതും കൊടുക്കും. ഓക്കെ, ആൻഡ് ഇതിൽ പാസ്വേഡ് ഉണ്ടാവില്ല, അതുതന്നെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വേറൊരു ആക്സസും കിട്ടില്ല, ജസ്റ്റ് പ്രൊഫൈൽ ഇമേജ് ആൻഡ് ഇമെയിൽ. ഓക്കെ, ഈ രണ്ട് സംഭവം മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ
അതായത് ഈ പ്രൊഫൈൽ ഇൻഫോ കിട്ടി കഴിഞ്ഞാൽ ഈ ആപ്പ് സെർവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവരുടെ ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഒരു MongoDB ഡാറ്റാ ബേസ് ഉണ്ടെങ്കിൽ അതിൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അത് ഇതുപോലെ ഇരിക്കും. അതായത് നിങ്ങളുടെ ഇമെയിലും അതുപോലെ തന്നെ ഗൂഗിൾ ID എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണില്ല. ഓക്കെ, ദെൻ എൻ്റെ ഈ സെഷൻ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇത് ഡാറ്റാ ബേസിൽ കൊണ്ടുവയ്ക്കും. ഈ സെഷൻ IDയിൽ ഡാറ്റാ ബേസിൽ കൊണ്ടുവയ്ക്കുന്ന സാധനത്തിൽ നിങ്ങളെ ഈ ഇമെയിലും അതുപോലെ തന്നെ ഇമെയിൽ, ഗൂഗിൾ ID, പ്രൊഫൈൽ, ഈ 3 ഡീറ്റെയിൽസാണ് മെയിൻലി ആ സംഭവത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് ഡാറ്റാ ബേസിൽ സെഷൻ ID യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർക്കും ഈ സെഷൻ ID കൊടുക്കും. ആൻഡ് യൂസറിൻ്റെ എന്താ പറയുക, കുക്കിയിൽ ഇത് പോയി സേവ് ആവും. ഓക്കെ, ബ്രൗസർ കുക്കിയിൽ ഇത് സേവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുക്കി കാണാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കുക്കി സെഷൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരാം. ഓക്കെ, ദെൻ ഈ കുക്കിയുടെ അകത്തുള്ളത് സെഷൻ ID ആണ്. ഈ സെഷൻ ID യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു യൂസറിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് പറ്റുന്നത്. ഓക്കെ, സെഷൻ IDയും കൂടി ആ റിക്വസ്റ്റിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ സെർവറിൻ്റെ അകത്ത് ഈ സെഷൻ ID കിട്ടി കഴിഞ്ഞതിന് ശേഷം സെർവർ ഡാറ്റാ ബേസിൽ ഈ സെയിം സെഷൻ ID ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഈ സെഷൻ ID ഡാറ്റാ ബേസിൽ ഉണ്ടെങ്കിൽ ആ ഇമെയിലും എന്താണോ നിങ്ങളതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡീറ്റെയിൽസ് ജസ്റ്റ് സെർവർക്ക് കിട്ടും. ഓക്കെ, സെർവറിന് കിട്ടി കഴിഞ്ഞാൽ സെർവർ ഈ യൂസറിനെ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം യൂസർക്ക് നമ്മുടെ മെയിൻ അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പേജ് ഉണ്ടല്ലോ, അതായത് ഡാഷ്ബോർഡിലേക്ക് ഇപ്പോൾ കുറച്ച് യൂസേഴ്സിനെ മാത്രം, അതായത് ലോഗിൻ ചെയ്ത് യൂസേഴ്സ് മാത്രം കയറി വന്നാൽ മതി എന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് കൊടുക്കും. ഓക്കെ, ആൻഡ് മെയിൻലി ഇത്ര സ്റ്റെപ്സാണ് കാര്യങ്ങൾ നടക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കോഡായിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാ കൂടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കും കോഡിങ് അറിയാത്തവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല, ബിക്കോസ് ഇതിൽ ഞാൻ മാക്സിമം കോഡ് അവോയ്ഡ് ചെയ്ത് ജസ്റ്റ് വിഷ്വലൈസേഷൻ മാത്രം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോ ഫുൾ ഓഫ് കോഡായിരിക്കും. കോഡിങ് അറിയാത്തവരുണ്ടെങ്കിൽ അത് കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല, ബിക്കോസ് അതിൽ ഫുൾ ഓഫ് കോഡായിരിക്കും. ഇതിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ ആൻഡ് ടേക്ക് കെയർ.